ജനുവരി 19 വൈകുന്നേരം 6:30 സക്സസ് സ്റ്റോറിയിൽ PC പോക്കു ഹാജി എന്ന കൂത്തുപറമ്പിന്റെ സ്വന്തം ചങ്ങനാശ്ശേരി പോക്കു എത്തുന്നു. എട്ടാം ക്ലാസ്സിൽ ചങ്ങനാശ്ശേരിയിലേക്ക് പറിച്ചു നടപ്പെട്ട ബാല്യം. ധനതത്വശാസ്ത്രത്തിൽ ബിരുദം വരെ പഠനം ചങ്ങനാശ്ശേരിയിൽ. പിതാവ് മരിച്ചപ്പോൾ വീണ്ടും ജന്മനാടായ കൂത്തുപറമ്പിലേക്ക്. കൂത്തുപറമ്പിലെ വ്യാപാര രംഗത്ത് 4 പതിറ്റാണ്ട് പാരമ്പര്യം. അല്ല, എന്നാൽ ഈ 8ാം ക്ലാസ്സിൽ നിന്ന് അങ്ങനെ വേറൊരു നാട്ടിലേക്ക് പോയപ്പോൾ ഉണ്ടായ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? കുറേ കാലം വിഷമായിരുന്നു. അതായത് ഇവിടെ അവധി എങ്ങനെയെങ്കിലും കിട്ടട്ടെ എന്നിട്ട് നാട്ടിൽ വരാമെന്ന് വിചാരിച്ച് കാത്തിരിക്കുമായിരുന്നു. അപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോൾ പിന്നെ തിരിച്ച് അങ്ങോട്ടേക്ക് പോകാൻ വലിയ വിഷമമാണ്. വലിയ പ്രയാസം. ഫാദർ പറഞ്ഞു, പിന്നെ നീ ഇങ്ങനെ ബിസിനസ്സിലേക്ക് അങ്ങനെ ശ്രദ്ധ കൊടുക്കണ്ട, നീ പഠിച്ച് പോയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന അങ്ങനെ 3 വർഷം കഴിഞ്ഞു. ഡിഗ്രി എടുത്തതിന് ശേഷം ഫാദർ അങ്ങ് മരണപ്പെട്ടു. പിന്നെ കടയിൽ തന്നെ വന്നു. കേരള സർക്കാർ ബോർഡ് വെച്ച ജീപ്പ് കാണുമ്പോൾ മുട്ടുവിറച്ച പഴയ വ്യാപാരകാലം. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃസ്ഥാനത്ത് 3.5 പതിറ്റാണ്ട്. കൂത്തുപറമ്പ് വെടിവെപ്പ് ദിനത്തിൽ ടൗൺ ഹാളിന്റെ ബാത്റൂമിൽ കയറി രക്ഷപ്പെട്ട ഓർമ്മകൾ. അങ്ങനെയൊക്കെ ഒച്ചയും പോലെല്ലാം കേട്ടപ്പോൾ ഇതൊന്നും സംഭവിച്ചൊന്നും അറിയില്ല. വാസ്തവത്തിൽ വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് സംഭവം അറിയാം. ഏത് ബാത്റൂമിലാ? അതിനകത്തുള്ള ബാത്റൂം തന്നെ. ബാത്റൂമിൽ കയറിയാടി അല്ലല്ല, വേറെ 2 ആളുടെ കൂടെ ബാത്റൂമിൽ കയറി ആടിരുന്നു. എന്താ സംഭവം എന്നറിയണ്ടേ? അപ്പൊ ശരിക്കും ഇത് വെടിവെപ്പോ കാര്യങ്ങളൊന്നും നടന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പൊ വെളിയിൽ വന്നപ്പോഴാണ് സംഭവം അറിയുന്നത്. ഇങ്ങനെ പറഞ്ഞു ഞാൻ വഴിയിൽ ഇങ്ങനെ വെടിവെപ്പെല്ലാം നടന്നിട്ടുണ്ട്. ഇനി ആള് ഇത്ര വെടിവെച്ചു എന്നൊന്നുമില്ല, വെടിവെപ്പെല്ലാം നടന്നിട്ടുണ്ട് മാത്രമേ അറിയൂ. ചങ്ങനാശ്ശേരി പോക്കുവിന് പറയാനുണ്ട് 6 പതിറ്റാണ്ടിന്റെ ചരിത്രം. 72 വയസ്സിലും ചുറുചുറുക്കോടെ പ്രവർത്തന രംഗത്ത് സജീവമായ പോക്കു ഹാജിയുടെ ജീവിതമറിയാൻ, കടന്നുവന്ന വഴികളറിയാൻ കാണുക സക്സസ് സ്റ്റോറി.